പരിശുദ്ധ ഖുർആൻ പരാമർശിച്ച വലിയൊരു കല്യാണത്തിന്റെ ചരിത്രമുണ്ട്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം. നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, നബിയെ നിങ്ങൾക്ക് ഞാൻ മനോഹരമായ രസകരമായ അഹ്സനുൽ ഖസസിൽപ്പെട്ട ഒരു ചരിത്രം പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് സയ്യിദുനാ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കഥ പറഞ്ഞിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം മിസ്റിലേക്ക് പോകുന്നത് കിണറ്റ് ചാടിയിട്ടാണ്. പക്ഷെ ചാടുമ്പോൾ മൂപ്പർക്കറിയില്ല ഞാൻ പുതിയാപ്പിള പോകുകയാണ് എന്ന്. കിണറ്റ് കൊണ്ടയിട്ട കാരണന്മാർക്കറിയില്ല ഞങ്ങൾ പുതിയാപ്പിളിനാണ് ഈ കൊണ്ടയിടുന്നത് എന്ന്. വള്ളിമ്മക്കൂടെ കയറ്റിയ കച്ചവടക്കാർക്കറിയില്ല ഞങ്ങൾ പുതിയാപ്പിളിനാണ് ഇപ്പോൾ ഈ കിണറ്റിൽ നിന്ന് കയറ്റുന്നത് എന്ന്. മിസ്റിലെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുമ്പോൾ കച്ചവടക്കാർക്കറിയില്ല ഞങ്ങൾ പുതിയാപ്പിള കച്ചവടമാണ് ഇപ്പോൾ ഈ നടത്തുന്നത് എന്ന്. സംഗതി അതൊരു പുതിയാപ്പിള പോക്കായിരുന്നു. ഇതാണ് വിവാഹത്തിൻ്റെ ചരിത്രം. നമ്മൾ ആലോചിക്കണില്ല എന്നുള്ളതാണ്. എല്ലാ വിവാഹങ്ങളുടെയും പിന്നിൽ ദീർഘമായ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തെ നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാവണം. പരിശുദ്ധ ഖുർആനും തിരുചരിത്രങ്ങളും ധാരാളം വിവാഹങ്ങളെ പരാമർശിച്ചിട്ടുണ്ട്. ഒരു വളരെ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു കല്യാണമുണ്ട്. ഈസബിനു മറിയം എന്നു പേരായ ഒരു ആളുണ്ടായിരുന്നു, ഒരു മുതലാളി, വലിയൊരു പൈസക്കാരനാണ്. ഈസബിനു മറിയം. അദ്ദേഹത്തിന് കുറേ തോട്ടങ്ങളുണ്ട്. മുന്തിരിത്തോട്ടമുണ്ട്, ഈത്തപ്പനത്തോട്ടമുണ്ട്, ധാരാളം തോട്ടങ്ങളുള്ള ഒരു മുതലാളിയായിരുന്നു ഈസബിനു മറിയം. അദ്ദേഹം ഒരു ദിവസം തൻ്റെ തോട്ടങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. അപ്പം അദ്ദേഹത്തിന് ഒരടിമ ഉണ്ടായിരുന്നു. തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന അബ്ദുള്ള എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അങ്ങനെ ഒരിക്കൽ മുബാറക്ക് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. മുബാറക്ക് എന്ന തോട്ടത്തിൽ ജോലി ചെയ്യുന്ന അടിമയെ കണ്ടു. അങ്ങനെ ഈസബിനു മറിയം എന്നു പേരായ മുതലാളി തോട്ടമൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നു കണ്ടു. അവസാനം ഗേറ്റിൻ്റെ അവിടെ റെസ്റ്റ് ഹൗസിൽ വന്നിരുന്നിട്ട് അടിമനോട് പറഞ്ഞു, മുബാറക്കെ, എനിക്ക് തിന്നാൻ പറ്റിയ നല്ല മധുരമുള്ളൊരു പഴം കൊണ്ടുവരാറുണ്ട്. അതിലിങ്ങനെ മുബാറക്ക് ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ നടന്നിട്ട് നല്ല കാണാൻ കുഴപ്പമില്ലാത്ത ഒരു പഴം കൊടുന്നെടുത്തു. അയാളത് ചെത്തിയിട്ട് ഈസബിനു മറിയം തിന്നു നോക്കുമ്പോൾ ഭയങ്കര പുളിയാണ്. അതിൽ ചോദിച്ചു, മുബാറക്കെ, എന്നോട് എനിക്ക് തിന്നാൻ വേണ്ടി നല്ല രുചിയുള്ള മധുരമുള്ള ഒരു പഴം കൊണ്ടുവന്നരാൻ പറഞ്ഞിട്ട് ഈ പുളിയുള്ള പഴമാണോ ഇജ്ജ് കൊടുന്നത് എന്ന് ചോദിച്ചു. അതിൽ മൂപ്പരിങ്ങനെ പോയിട്ട് രണ്ടാമത് വേറൊരു പഴം കൊടുന്നെടുത്തു. അതിപ്പോൾ എന്തായിരുന്നു അല്ലേ? ആ ഓഫാക്കാന്നല്ലേ, സ്റ്റേജിമുള്ളവർക്ക് കുറച്ച് ചൂടുണ്ടായിക്കോട്ടെ. രണ്ടാമതൊരു പഴം കൊടുന്നെടുത്തു. അതും തിന്നു നോക്കുമ്പോൾ ഭയങ്കര പുളിയാണ്. മൂന്നാമതും കൊടുന്നെടുത്തു, അതും പുളിയാണ്. അതിൽ ചോദിച്ചു, എന്താ ആളെ കളിയാക്കണമെന്ന് ചോദിച്ചു. 20 കൊല്ലമായി ഈ തോട്ടത്തിൽ നീ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ 20 കൊല്ലമായിട്ടും ഈ തോട്ടത്തിലെ മധുരമുള്ള പഴമേതാണെന്നും പുളിയുള്ള പഴമേതാണെന്നും നിനക്കറിയില്ലേ എന്ന് ചോദിച്ചു. അതിൽ മുബാറക്ക് പറഞ്ഞു, മുതലാളി, അള്ളാഹു ആണ് നേര്. ഈ തോട്ടത്തിലെ പഴങ്ങളുടെ രുചി നോക്കാൻ നിങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ തിന്നോക്കിയിട്ടില്ല. ഇതിൽ മധുരമുള്ളതേതാണ് പുളിയുള്ളതേതാണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഈസബിനു മറിയം എന്ന് പേരായ മുതലാളി മകനെയും അടിമയെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോയി. ഭാര്യയോട് പറഞ്ഞു, സഹധർമ്മിണി, മോളെ, എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട് പറഞ്ഞു. എന്താ നിങ്ങളെ ഐഡിയ, ഒന്ന് കേൾക്കട്ടെ പറഞ്ഞു. അതിൽ പറഞ്ഞു, മോൾക്ക് നമ്മൾ കുറേ കാലമായിട്ട് പെണ്ണന്വേഷിച്ച് നടക്കുകയാണല്ലോ, അല്ല പുതിയാപ്പളിനെ അന്വേഷിച്ച് നടക്കുകയാണല്ലോ. ഞാൻ ഇന്ന് രാവിലെ നമ്മളെ തോട്ടം സന്ദർശിക്കാൻ വേണ്ടി ചെന്നിട്ട് ഒരു മധുരമുള്ള പഴം തിന്നാൻ വേണ്ടി മുബാറക്കിനോട് കൊടുന്നുതരാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായ മൈരൊക്കെ പറഞ്ഞു. കഴിഞ്ഞപ്പോൾ രണ്ടാമത് പറയണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ഉണ്ടായി. അതുകൊണ്ട് എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട് പറഞ്ഞു. നമ്മളെ മോളെ ഓനെക്കൊണ്ടാണ് കെട്ടിച്ചാലോ എന്ന് ചോദിച്ചു. ഭാര്യ പറഞ്ഞു, ഞാൻ 4 പെണ്ണിനോടൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞു.
ഉടൻ തന്നെ മകളെ വിളിച്ചു തള്ള പറഞ്ഞത് ശ്രദ്ധിച്ചു കേട്ടു ജവാബിതാണുണ്ടായത്. പാട്ടുപാടിയാ പിന്നെ ഈ കഥ എവിടെ ഉള്ളതെന്ന് വേഗം മനസ്സിലാവും. അതാണ് ആ പാട്ടിന്റെ പ്രത്യേകത. നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എവിടെ പോയി കഥ ഉള്ളത്. ഉടൻ തന്നെ മകളെ വിളിച്ചു തള്ള പറഞ്ഞത് ശ്രദ്ധിച്ചു കേട്ടു ജവാബിതാണുണ്ടായത്. മക്കൾക്ക് ഗുണമില്ലാത്തതൊന്നും തന്നെ മാതാപിതാക്കളിൽ നിന്ന് വരുമോ പൊന്നെ. അതിനാല് നിങ്ങൾക്കിഷ്ടമായി തോന്നുന്നത് എനിക്കിഷ്ടമാണതിലാണ് തൃപ്തിയുമുള്ളത്. ഉടൻ തന്നെ താൻ തൻ്റെ അടിമയെ ഇത്ഖാക്കി ഒരു ചെറിയ സദ്യ നടത്തി മരുമകനാക്കി. ലോകത്ത് എമ്പാടും പ്രസിദ്ധം ഉള്ള ഇബ്നുൽ മുബാറക്കിനുമ്മയാണ് തള്ള. സയ്യിദുനാ അബ്ദുല്ലാഹ് ബിനുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മേനെ പറ്റിയിട്ടാണ്, വാപ്പാനെ പറ്റിയിട്ടാണ് ഈ പറഞ്ഞത്. ആരാ അബ്ദുല്ലാഹ് ബിൻ മുബാറക്? ഗൗസുൽ ആലമിന്റെ ഉസ്താദ്, മഹാനായ ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു തൻ്റെ ഗ്രന്ഥങ്ങളിൽ എപ്പോഴും ഉദ്ധരിക്കാറുള്ള ആളാണ് അബ്ദുല്ലാഹി ബിനുൽ മുബാറക്. അബ്ദുല്ലാഹി ബിനുൽ മുബാറക്, അബ്ദുല്ല എന്ന് പറയുന്ന മകനുണ്ടായി മുബാറക്കിനും ഫാത്തിമ എന്ന ഭാര്യക്കും. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ അമ്മാന്റെയും വാപ്പാന്റെയും കഥ നമ്മൾ ഒരുപാട് കേട്ടതാണ്. വിറക് വെട്ടുകാരനായ അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു മഹാനായ ഗൗസുൽ ആലമിന്റെ ഉമ്മയെ കല്യാണം കഴിച്ചത് അത്തിപ്പഴം തിന്നിട്ട് പൊരുത്തപ്പെടിക്കാൻ വേണ്ടി പോയ കഥ. നമ്മളെ മലപ്പുറം കഴിഞ്ഞിട്ട് വേങ്ങരയിൽ കോയപ്പാപ്പ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു. കോയപ്പാപ്പാൻ്റെ ആണ്ടായിരുന്നു, ഇപ്പോൾ അടുത്ത് കഴിഞ്ഞു. അള്ളാഹു അവരുടെ ദർജ ഉയർത്തട്ടെ. വലിയ മഹാനായിരുന്നു. കോയപ്പാപ്പാൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. മൂപ്പര വാപ്പാൻ്റെ പേരും മുഹമ്മദാണ്, വല്ലിപ്പാൻ്റെ പേരും മുഹമ്മദാണ്. മുഹമ്മദ് എന്നവരുടെ മകൻ, മുഹമ്മദ് എന്നവരുടെ മകൻ മുഹമ്മദ്, അതാണ് കോയപ്പാപ്പ. ഒരു മനുഷ്യൻ്റെ പേരെന്നെ ആ മനുഷ്യൻ്റെ ഫളീലത്തിൻ്റെ മേൽ അറിയിക്കും. വാപ്പാൻ്റെ പേരും മുഹമ്മദാണ്, മൂപ്പര പേരും മുഹമ്മദാണ്, വല്ലിപ്പാൻ്റെ പേരും മുഹമ്മദാണ്. കോയ എന്നുള്ളത് ആൾക്കാർ വിളിച്ച വിളിപ്പേരാണ്, ഒറിജിനൽ പേര് മുഹമ്മദാണ്. മൂപ്പര വാപ്പ, കോയപ്പാപ്പൻ്റെ വാപ്പ മുഹമ്മദ് കല്യാണം കഴിക്കാൻ ഭയങ്കര മടിയുള്ള ആളായിരുന്നു. എത്ര പെണ്ണിട്ടാൻ പറഞ്ഞാലും കെട്ടൂല. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ നടന്നു പോവുകയാണ്. കൈപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ കെട്ടിച്ചാൻ മടിയുള്ള ഒരു പെണ്ണുണ്ടായിരുന്നു. മൂപ്പര് പെണ്ണിട്ടാൻ മടിയുള്ള ഒരു ആളാണ് മുഹമ്മദ്. കൈപ്പറ്റ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ കെട്ടിച്ചാൻ മടിയുള്ള ഒരു പെണ്ണുണ്ടായിരുന്നു ഒരു പെരയിൽ. ആ മൂപ്പര് ഈ പെരൻ്റെ താഴെ ചെന്നിട്ട് ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ നോക്കി. അതിൽ പെണ്ണിങ്ങനെ മേലെ കൂടെ വന്നിട്ട് താഴത്തേക്കും നോക്കി. അതിലിങ്ങനെ താഴത്തുനിന്ന് ഇങ്ങനെ ചോദിച്ചു, കെട്ടിച്ചാൽ റെഡിയാണോ എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു ആന്ന് പറഞ്ഞു. പെരക്കാർ കേട്ടു. കല്യാണാലോചന നടന്നു, നിക്കാഹ് നടന്നു. ഒരു ദിവസം ഭർത്താവ് കൂടെ നിന്നു. അതിൽ ഗർഭമുണ്ടായി. ഒറ്റ ദിവസം ഒരു ദിവസം കൂടെ നിന്നു. അതിൽ ഗർഭമുണ്ടായി, പ്രസവിച്ചു. ഉമ്മ കുട്ടിനെ നോക്കി വളർത്തി. ഉമ്മ കുട്ടിക്ക് ഇൽമു പഠിപ്പിച്ചു. ഉമ്മ കുട്ടിനെ മദ്രസയിൽ ചേർത്തു. ഒരു ദിവസം കുട്ടി ഇങ്ങനെ മദ്രസക്ക് പോകുമ്പോൾ ഒരു തന്തപ്പാപ്പ വന്നു. വൈക്കുന്ന കുട്ടിനെ കണ്ടിട്ട് എന്താ കുട്ടിയാ എൻ്റെ പേര് എന്ന് ചോദിച്ചു. മുഹമ്മദാണ് പറഞ്ഞു. എന്താ എൻ്റെ വാപ്പാൻ്റെ പേര് എന്ന് ചോദിച്ചു. മുഹമ്മദ് എന്നാണ് പറഞ്ഞു. തലയിൽ ഇങ്ങനെ കൈ വെച്ചിട്ടൊന്ന് ദ്വാരന്ന് ഒന്ന് മന്ദിരിച്ചൂതിയിട്ട് പറഞ്ഞു, അല്ല വലുതാക്കട്ടെ ട്ടോ പറഞ്ഞു. വയസ്സം പോയി. പെരയിൽ മദ്രസ കുട്ടി വന്നപ്പോൾ അമ്മാട് പറഞ്ഞു, ഇന്ന് മദ്രസക്ക് പോകുമ്പോൾ ഒരു തന്തപ്പാപ്പാനെ കണ്ടു പറഞ്ഞു. എന്തേ പറഞ്ഞു ചോദിച്ചു. എൻ്റെ പേരെന്താന്ന് ചോദിച്ചു. വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. എങ്ങനെയാ മൂപ്പരെ കോലെന്ന് ചോദിച്ചു. അതിൽ കോലൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞു, ആ എൻ്റെ വാപ്പയാണ് പറഞ്ഞു. കല്യാണം പല നിലക്കുണ്ട്. നിങ്ങളെന്ത് വിചാരിച്ച്? ലോകത്തൊരുപാട് കല്യാണങ്ങളുണ്ട്, പല കല്യാണങ്ങളുണ്ട്. ലോകത്ത് ഒരുപാട് ഔലിയാക്കൾ, അമ്പിയാക്കൾക്ക് ജന്മം നൽകിയിട്ടുള്ളതിൻ്റെ അടിസ്ഥാനം വിവാഹമാണ്. അതിൻ്റെ അടിസ്ഥാനം ജിമാ ആണ്. അതിൻ്റെ അടിസ്ഥാനം ലൈംഗിക അവയവമാണ്. പക്ഷെ നമുക്കിതൊക്കെ തമാശയാണ്.
നമുക്കതൊക്കെ തമാശയാണ്. ഇതന്നെ വ്യത്യാസം. നമുക്കതെല്ലാം ഒരു തമാശയും ഒരു നേരം പോക്കും ഒരു കളിയും ഒരു ചിരിയും ഒരു പരിപാടിയും ഒക്കെ ആയി മാറിയിട്ടുണ്ട്. സ്വർഗത്തിലെ ഏറ്റവും വലിയ അമൽ എന്താ? വിവാഹം. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. സൂറത്ത് യാസീൻ. ഹും അവരും വഅസ്വാജുഹും അവരുടെ ഇണകളും ഫീ ളിലാലിൻ മരത്തിന്റെ ചോട്ടിൽ അലൽ അറായിക്കി അരീക്കത്തി എന്ന കട്ടിലിന്മേൽ മുത്തക്കിഊൻ ചെരിഞ്ഞിരിക്കുന്നവരായിരിക്കും. ലഹും അവർക്കുണ്ട് ഫീഹ അതിൽ ഫാക്കിഹത്തുൻ ഐസ്ക്രീം വലഹും മാ യദ്ദഊൻ പിന്നെ അവർ ഓർഡർ ചെയ്യുന്ന വസ്തുക്കളും. ഫാക്കിയത്തിന് ഞാൻ ഐസ്ക്രീം നടത്താൻ വെച്ചതാണ്. എന്താ വെച്ചാൽ ഫാക്കിയത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരാൾ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഭക്ഷണത്തിനാണ് ഫാക്കിയത്ത് എന്നറിയാം. ഇന്ന് അധികം ആൾക്കാർക്കും ഐസ്ക്രീമാണ് ഇഷ്ടം എന്നതുകൊണ്ട് അങ്ങനെ അർത്ഥം വെച്ചതാണ്. വേണ്ടവർക്ക് അത് ഇനി ഇഷ്ടം വേറെ ആണെങ്കിൽ അത് കിട്ടും. കുട്ടികൾക്കൊക്കെ എന്തായാലും ഐസ്ക്രീമാണ് വേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഫാക്കിയത്തിൻ്റെ അർത്ഥം ഐസ്ക്രീം എന്ന് വെച്ചതാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം. പഴങ്ങൾ എന്നും അർത്ഥമുണ്ട്. ഹും അവരും വഅസ്വാജും അവരുടെ ഇണകളും. ഏത് ഇണ? ദുനിയാവെന്നുള്ള അതേ ഇണ തന്നെ. ഇവിടുത്തെ അതേ ഭർത്താവും ഇവിടുത്തെ അതേ ഭാര്യയും. ഇവിടുത്തെ അതേ ഭർത്താവാണ് ഇവിടുത്തെ അതേ ഭാര്യയാണ് സ്വർഗത്തിലുണ്ടാവുക. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കേടും നേരാക്കി തരും. പല്ല് ചെരിഞ്ഞതൊക്കെ തട്ടി നിർത്തി ഒന്ന് ഉഷാറാക്കി, കമ്പിട്ട് കെട്ടി ഒക്കെ ഒന്ന് ഉഷാറാക്കിയിട്ട് 33 വയസ്സ് ഏറിയതൊക്കെ കുറക്കും, കുറഞ്ഞതൊക്കെ കൂട്ടും. അങ്ങനെ പ്രായമൊക്കെ ഒരു 33-ലാക്കി. സ്വർഗത്തിൽ കറുത്തോരാരും ഉണ്ടാവില്ല എന്ന് ഹദീസിലുണ്ട്. സ്വർഗത്തിലെല്ലാവരും വെളുത്തോരാണ്. അതുകൊണ്ട് ടെൻഷൻ ആവണ്ട, തൊലിയൊക്കെ ഒന്ന് വെളുപ്പിച്ച് ഒന്ന് ഉഷാറാക്കി. എല്ലാവരും സൗന്ദര്യമുള്ളവരായിരിക്കുമെന്നാണ്. സൗന്ദര്യത്തിന് 3 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. സൗന്ദര്യം ഒരാൾ വേണമെന്ന് വിചാരിച്ചാൽ ദുന്യാവും തന്നെ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ്. സ്വർഗത്തേക്ക് കാത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. സൗന്ദര്യത്തിന് 3 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. തൊലിവെളുപ്പ് സൗന്ദര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാൻ നിർവാഹമില്ല. പക്ഷെ തൊലിവെളുപ്പ് കൊണ്ട് മാത്രം സൗന്ദര്യം ഉണ്ടാവില്ല. നല്ല വെളുത്തൊരു പെണ്ണാണെന്ന് വിചാരിക്കുക. പുതിയാപ്പിള ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാ ദിവസവും മുഖത്തേക്ക് ഒരൊറ്റ ചാട്ടം ചാടുന്ന ദിവസമാണ്. പിന്നെ അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. തൊലി വെളുപ്പുണ്ട്. ആ ചാട്ടം ഇല്ലാതിരിക്കലാണ് സൗന്ദര്യം. ഈ ചാട്ടം എങ്ങനെ ഇല്ലാതെയാക്കാം? 3 കാര്യങ്ങളാണ് സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനം. 1 സംസാര സൗന്ദര്യമാണ്, 2 സംസ്കാര സൗന്ദര്യമാണ്, 3 സ്വഭാവ സൗന്ദര്യമാണ്. 3 പ്രധാനപ്പെട്ട സൗന്ദര്യങ്ങളാണ്. ഇത് 3 ഉണ്ടെങ്കിൽ വെളുപ്പില്ലെങ്കിലും കുഴപ്പമുണ്ടാവില്ല. അങ്ങനെയാണ്. 3 കാര്യങ്ങളുണ്ടെങ്കിൽ തൊലിവെളുപ്പില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. 1 സംസാര സൗന്ദര്യം, 2 സംസ്കാര സൗന്ദര്യം, 3 സ്വഭാവ സൗന്ദര്യം. ഇത് 3 ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഭംഗി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. ഈ 3 സാധനമാണ് ഉണ്ടാക്കേണ്ടത്. 1 സംസാരത്തെ നന്നാക്കണം. സൗന്ദര്യമുള്ള സംസാരം, ആകർഷണീയമായ സംസാരം നടത്താൻ വേണ്ടി പറ്റണം. സംസാര സൗന്ദര്യത്തിൽ പുരുഷനാണ് സ്ത്രീയേക്കാൾ മുൻപന്തിയിലുള്ളത്. സംസാര സൗന്ദര്യത്തിൽ പുരുഷനാണ് സ്ത്രീകളെക്കാൾ മുമ്പിലുള്ളത്. അപ്പം ഞാനിപ്പോൾ ഈ നിന്ന് വയലു പറഞ്ഞുകൊടുത്ത ഒരു പെണ്ണാണ് വയലു പറഞ്ഞു വെച്ചാൽ ഇത്ര ആൾക്കാർ കേൾക്കാണ്ടാവില്ല. സംസാര സൗന്ദര്യം പുരുഷന് കൂടുതലാണ്, സ്ത്രീകൾക്ക് കുറവാണ്. പിന്നെ അത് എപ്പോഴും കേൾക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് നമുക്ക് തോന്നും കിളിനാഥമാണ് ഭയങ്കര സംഭവം എന്ന്. അങ്ങനെയല്ല, ആണുങ്ങളെ വർത്താനാണ് സൗന്ദര്യം കൂടുതലുള്ളത്. അതുകൊണ്ട് സംസാര സൗന്ദര്യം പുരുഷനാണ് കൂടുതലുള്ളത്. സംസാരം സൗന്ദര്യമുള്ളതാവണം. എങ്ങനെ സംസാരം സൗന്ദര്യമുള്ളതാകുക? എന്തെങ്കിലും ഒരു വിഷയം പറയുമ്പോൾ ഏറ്റവും കേൾക്കാൻ രസമുള്ള വാക്കുകൾ തെരഞ്ഞെടുത്തു പറയുക എന്നതാണ് സംസാരം സൗന്ദര്യമാക്കാനുള്ള വഴി. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ശാപവാക്ക് പറഞ്ഞിട്ടില്ല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ചീത്ത പറഞ്ഞിട്ടില്ല.
ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും കുത്തുവാക്ക് പറഞ്ഞിട്ടില്ല. ലൈസൽ മുഅ്മിനു ബിത്ത്ആനി വലൽ ലആനി വലൽ ഫാഹിഷി വലൽ ബദീ. മുഅ്മിനായ മനുഷ്യൻ കുത്തുവാക്ക് പറയില്ല, അരക്കെന്ന് കീപ്പട്ടുള്ളത് പറയില്ല, മനുഷ്യൻ കേൾക്കാനും മടിയുള്ളത് പറയില്ല. അതൊന്നും മുഅ്മിന്റെ സ്വഭാവമല്ല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നുബുവത്തിന്റെ മുമ്പും പറഞ്ഞിട്ടില്ല എന്നാണ്. നുബുവത്തിന്റെ ശേഷം വിരോധിക്കപ്പെട്ടേക്കാവുന്ന ഒരു കാര്യം നബിതങ്ങൾ നുബുവത്തിന് മുമ്പും ചെയ്തിട്ടില്ല. അതാണ് പുണ്യ നബിയുടെ ഏറ്റവും വലിയ പ്രത്യേകത സല്ലല്ലാഹു അലൈഹി വസല്ലം. വിരോധിച്ചതിന്റെ ശേഷം പിന്നെ ചെയ്തില്ല എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചതിന്റെ ശേഷം ചെയ്തില്ല എന്നല്ല. അതിന്റെ മുമ്പുള്ളൊരു മുഹമ്മദ് ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദിനെ കാണണം. നിങ്ങളെല്ലാം 40 വയസ്സിന് ശേഷമുള്ള നബിനെ അംഗീകരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. 40 വയസ്സിന് മുമ്പുള്ള മുഹമ്മദിനെയും അംഗീകരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം.